ഹലോ. അപ്പോൾ ഞാൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വേഗം ഓടി വീട്ടിലേക്ക് വന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു നൈക്കയിൽ നിന്ന്. ഐ ഷാഡോവും ബ്രഷും വന്നിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ പോലെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ്. ഞാൻ വീട്ടിൽ വന്നപാട് ആ സംഭവം ഇട്ട് നോക്കി എങ്ങനെയുണ്ട് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. നല്ലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഐ ഷാഡോ എല്ലാം വാങ്ങുന്നത്. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്നെല്ലാം നോക്കിയിട്ട് തപ്പി പിടിച്ച് ലാസ്റ്റ് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റാണ് ഇത്. നല്ല അഫോർഡബിളാണ്, നല്ല പിഗ്മെൻ്റാണ്. ഈ ഒരു പൈസക്കാണെങ്കിൽ നല്ല പ്രോഡക്റ്റാട്ടോ. മാർസിൻ്റെ നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, ന്യൂഡ് ഷെയ്ഡ് ഉണ്ട്, നല്ല ഷിമ്മർ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ സ്കിൻ ടോൺസിന് നല്ലോണം ചേർന്ന് പോകുന്ന ഒരു പാലറ്റാണ് ഇത്. ഒരു നല്ലൊരു ന്യൂഡ് പാലറ്റാട്ടോ. നല്ല അഫോർഡബിളായിട്ട് ഐ ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം. ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ തപ്പി പിടിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് നല്ല അഫോർഡബിളായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ബ്രഷിൻ്റെ തന്നെയാണ് ഈ ഗോൾഡ് കളറുള്ള തന്നെ നോക്കി വാങ്ങാം കേട്ടോ. ഇതിപ്പോൾ ആർട്ടിസ്റ്റ് അങ്ങനെ ഇതോ പറഞ്ഞിട്ടാണ് ഈ റേഞ്ചിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതും നല്ലതാണ്. വീട്ടിൽ അന്നാട് ഇതെല്ലാം കാണിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫോണിന് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ കാണിച്ചാലും കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. പിഗ്മെൻറ്റേഷൻ മീൻസ് നല്ലൊരു കുറച്ച് യൂസ് ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് തന്നെ നല്ല പിഗ്മെൻറ്റേഷൻ തന്നെയല്ലേ പറയുക. ഇത് അടിപൊളിയാണ്. പാക്കിൻ്റെ എല്ലാം മേക്കപ്പ് ബ്രഷ് ഉണ്ട്, അതെല്ലാം നല്ല എക്സ്പെൻസീവാണ്. പക്ഷെ അത് നല്ലതാണ്, പക്ഷേ എക്സ്പെൻസീവാണ്. ഐ ഷാഡോസും കുറേ നല്ലതുണ്ട്, പക്ഷേങ്കിൽ എല്ലാം എക്സ്പെൻസീവാണ്. നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനം ഇതാട്ടോ. പക്ഷേ ഈ പ്രോഡക്റ്റ്സ് നല്ലതാട്ടോ. അപ്പോൾ ഐ ഷാഡോസ് എൻ്റെ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വേണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അവിടെ ഞാൻ അധിക പ്രഹസനമാണെന്ന് വിചാരിക്കില്ല കേട്ടോ. എനിക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ മേക്കപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ സംഭവമെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ ഇതിലിങ്ങനെ പോസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ എടുക്കുന്നതാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എനിക്ക് തന്നെ ഇത് കാണാമല്ലോ, എനിക്ക് തന്നെ എൻ്റെ വീഡിയോ ഇരുന്ന് കാണാമല്ലോ. അതാ മെയിനായിട്ടാണ്. ഞാൻ എൻ്റെ വീഡിയോ ഞാൻ തന്നെ കുറേ വട്ടം കാണും, എന്തിനാ അറിയില്ല, കുറേ വട്ടം കാണും. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നല്ലേ. സ്വന്തം ഒരു സ്റ്റോറി ഇട്ടാൽ ആ സ്റ്റോറി തന്നെ ഒരു 10-15 പ്രാവശ്യം 15 പ്രാവശ്യം എന്നല്ല, ഒരു ദിവസം ഫുൾ ടൈം നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കൂലേ. ആ ഒരു സൈക്കോ ആണ് ഞാനും. കുറേ ആളെങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം.